ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ നോക്കുന്ന കോൺഗ്രസ് സർക്കാരിന്റെ കപട രാഷ്ട്രീയത്തിന് നേരെ വിരൽ ചൂണ്ടുകയാണ് മുൻ മന്ത്രി മുഹമ്മദ് റിയാസ്. എക്സലോജിക് കേസിന്റെ പേരിൽ ഇന്ന് പുലർച്ചെ കോഴിക്കോട്ടെ റിയാസിന്റെ വസതിയിലേക്ക് ഇഡി ഇരച്ചു കയറിയതിന് പിന്നാലെയാണ് കേന്ദ്ര ഭരണകൂടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് റിയാസ് രംഗത്തെത്തിയത്. വളഞ്ഞിട്ടടിച്ചോളൂ, സംഘപരിവാറിന് മുമ്പിൽ കുമ്പിടില്ല എന്ന റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ നോക്കുന്ന കോൺഗ്രസ് സർക്കാരിന്റെ ഭീഷണികൾക്ക് മുന്നിൽ തല കുനിക്കില്ലെന്ന കൃത്യമായ സൂചനയാണ് റിയാസ് ഈ ഒറ്റ വരിയിലൂടെ നൽകുന്നത്. ഹൈക്കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതികൾ ഉൾപ്പെടെ കേരളത്തിലും ബംഗളൂരുവിലുമായി 12 കേന്ദ്രങ്ങളിലാണ് ഇഡി ഒരേ സമയം ഈ രാഷ്ട്രീയ നാടകം കളിക്കുന്നത്. മകൾ വീണ വിജയന്റെ കമ്പനിയെ മുൻനിർത്തി മുൻ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വേട്ടയാടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തിന് മുന്നിൽ ഇടതുപക്ഷം വഴങ്ങില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് റിയാസ് നടത്തിയ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ആളിപ്പടരുകയാണിപ്പോൾ.